ഇച്ചായോ? നീ എന്താ വിളിച്ചേ? ഇച്ചായെന്നോ? നിനക്ക് ക്ലാസ് ഇല്ലേ പെണ്ണേ? എനിക്ക് ക്ലാസ് ഒക്കെ ഉണ്ട്. അല്ല, ഇച്ചായൻ എന്താ ഇവിടെ? ഫോർ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷനോ? ആർക്ക്? എനിക്കോ? പിന്നെ പ്രൊട്ടക്ഷൻ തരാൻ കണ്ട ഒരു ആള് നിനക്കല്ലടി. ഇവിടെ ഒരു മാഫിയ കിങ് ഉണ്ടല്ലോ, അവനും അവന്റെ ബോയ്ഫ്രണ്ടായ ആരവനും വേണ്ടിയിട്ടാ ഈ പ്രൊട്ടക്ഷൻ. ആ, അല്ലേലും നമുക്കൊക്കെ ആര് പ്രൊട്ടക്ഷൻ തരാനാ? നിനക്ക് പ്രൊട്ടക്ഷൻ വേണോ? ഞാൻ തരാടി, വേണമെങ്കിൽ പറഞ്ഞാ മതി. അയ്യോ, വേണ്ടായേ. നമുക്കൊന്നും ഒരു പ്രൊട്ടക്ഷനും വേണ്ട. ഞാനിങ്ങനെ ഇവിടെ അവിടെ ഇവിടെ കേട്ട് നടന്നോളാം. ഇതെങ്ങോട്ടാ എല്ലാവരും കൂടി ഓടുന്നേ? അറിയില്ല, വാ പോയി നോക്കാം. നിന്റെ അടുത്ത് ഇവൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ ഇവന് നിന്നെ ഇഷ്ടമല്ലാന്ന്? പിന്നെ വീണ്ടും വീണ്ടും എന്തിനാ നീ ഇവനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നേ? സാർ, ഇതെന്റെ പേഴ്സണൽ മാറ്ററാ. സാർ ഇതിനെ ഇതിൽ കയറി ഇടപെടുന്നത്? സാർ ഇവിടെ വന്നത് പഠിപ്പിക്കാനല്ലേ? അങ്ങ് പഠിപ്പിച്ചിട്ട് പോയാൽ മാത്രം മതി. അല്ലാതെ ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും കയറി ഇടപെടാൻ നിൽക്കണ്ട. മോള് വല്ലാതെ അങ്ങ് കയറി സംസാരിക്കാൻ നിൽക്കല്ലേ. ഈ സാറിന്റെ തനി സ്വഭാവം മോള് അറിയും. അതുകൊണ്ട് അധികം സംസാരിക്കാൻ നിൽക്കാതെ ക്ലാസ്സിലേക്ക് പോകാൻ നോക്ക്. സർ, മതി, വാ. നീ മിണ്ടാതിരിക്കാരും. ഇവള് കുറെ ദിവസമായി തുടങ്ങിയിട്ട്. ഞാൻ വന്ന അന്നു മുതൽ തൊട്ട് കാണുന്നതാ നിന്നെ പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നത്. ഇനി ഇത് കണ്ടില്ല എന്നടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സോ ഞാനിതിൽ ഇടപെടും. ഇച്ചായ, ഇത് വലിയ സീനാവെന്ന് തോന്നുന്നുണ്ട്. ഇനി ഇതിപ്പോ ഇവര് തമ്മിൽ കപ്പിൾസ് ആണെന്ന് എങ്ങാനും ഇപ്പൊ ഇവിടെ അറിഞ്ഞ, ഈശ്വരായി, എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എന്തെങ്കിലും ചെയ്ത് ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ നോക്ക്. അഞ്ജു, നിനക്ക് അർജുന്റെ സ്വഭാവം അറിയില്ല. അവന് ദേഷ്യം വന്ന അവ ആരുടെ വാക്കും കേൾക്കില്ല. ചിലപ്പോ ആര് പറയുന്നത് കേൾക്കുമായിരിക്കും, പക്ഷെ ഞങ്ങൾ ആര് പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ല. ഇത് ഇത് എൻ്റെ കയ്യിൽ നിൽക്കില്ല അഞ്ജു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവിടെ വെച്ച് അവര് തമ്മിൽ റിലേഷൻ ആണെന്ന് എങ്ങാനും അർജുൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവസാനിക്കും. അപ്പൊ സാറ് ഇതിൽ ഇടപെടാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? സാറ് എന്തറിഞ്ഞിട്ടാ ഇതിൽ ഇടപെടുന്നത്? സാറിനറിയോ ഞാൻ ആരാണെന്ന്, എന്റെ സ്റ്റാറ്റസ് എന്താണെന്ന്? ഒന്നും അറിയാതെ ഈ ഒരു മാസം കയറി വന്നിട്ട് സാറ് വല്ലാതെ ഉണ്ടാക്കാൻ നിൽക്കരുത്. ഈ പറയുന്ന നിനക്ക് ഞാൻ ആരാണെന്നോ എൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നോ അറിയോ? ഇല്ലല്ലോ. അതുകൊണ്ട് വായ അടച്ചു നിൽക്ക്. പെൺകുട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ഷമിച്ച് നിൽക്കുന്നത്. ഇതിൽ കൂടുതൽ നീ ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കില്ല മോള് കാണാൻ പോകുന്നത്. സാർ എന്ത് ചെയ്യുന്ന പറയുന്നത്? സാറിന് എന്റെ പപ്പയെ അറിയില്ല. സാറിനെന്നല്ല ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആരവിനെ ഇഷ്ടമാണ്. കഴിഞ്ഞ 3 വർഷമായി ഞാൻ അവന്റെ പിന്നാലെ നടക്കുന്നു. അവൻ എനിക്ക് പോസിറ്റീവായിട്ട് റെസ്പോൺസ് തന്നിട്ടില്ല. ഇനി ക്ലാസ് തീരാൻ ആകെ 2 ആഴ്ചയും കൂടെ ഉള്ളു. അതിനുള്ളിൽ എനിക്ക് അവന്റെ റെസ്പോൺസ് അറിഞ്ഞേ പറ്റൂ. അത് ഇപ്പോ ഈ നിമിഷം അറിഞ്ഞിരിക്കണം. ആരോ, നീ പറ, നിനക്കെന്നെ ഇഷ്ടാണോ അല്ലയോ? ജാൻവി, അത് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഞാൻ അത്തരത്തിൽ നിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. നീ എന്നത് മനസ്സിലാക്കാതെ എത്ര നാളാ ഞാൻ ഈ പറയുന്നത്? എന്നിട്ട് വീണ്ടും വീണ്ടും അറിയാത്ത പോലെ. പ്ലീസ്, ഇനിയെങ്കിലും എൻ്റെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യരുത്. എനിക്ക് ഇഷ്ടമല്ല. യു ബ്ലഡി, നീ എന്നെ അല്ലാതെ വേറെ ആരും സ്നേഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ നീ നീ വേറെ ആരെയും സ്നേഹിക്കില്ല. ആരോ, നിന്നെ ഞാൻ തൊട്ടു പോവരുത് അവന്. നീ ആരാന്നാ നിന്റെ വിചാരം?
അവൻ തുറന്ന് പറഞ്ഞു കേട്ടില്ലേ, അവന് നിന്നെ ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്ത ഒരാളുടെ പിന്നാലെ നീ എന്തിനെങ്ങനെ നടക്കുന്നത്? എന്ത് കാട്ടാൻ? ഒരാളുടെ ഇഷ്ടം അങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. ബി പ്രാക്ടിക്കൽ. നീ എന്നെ തല്ലിയല്ലേ? രണ്ടുപേരും ഓർത്തോ ഈ ജാൻവി ആരാണെന്ന്? ആരോ നിന്നെ നേടിയെടുക്കാതെ ഇത് അവസാനിപ്പിക്കുന്നു നീ വിചാരിക്കണ്ട. അതുപോലെ സാറിന്റെ കൈ എന്റെ കരണത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് സാർ അനുഭവിച്ചിരിക്കും. ഡാഡി ഇങ്ങോട്ട് വാ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഹാപ്പി ന്യൂസ്. എന്താ അത്? ഞാൻ പറഞ്ഞില്ലേ ഡാഡി, അർജുനും ആരും തമ്മിൽ എന്തോ ഉണ്ടെന്ന്. എന്റെ ഊഹം ശരിയാണെങ്കിൽ, ഊഹമല്ല ഞാൻ നേരിട്ട് കണ്ടതാ. ആരവിനെ കോളേജിലേതൊരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്തു. ആ പെൺകുട്ടിയെ അർജുൻ അടിക്കുന്നു. സോ ദാറ്റ് മീൻസ് they are in love, ഡാഡി. നമ്മുടെ തുറുപ്പിച്ചിട്ട് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തു വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നീ പറഞ്ഞത് സത്യാണ് എങ്കിൽ അർജുന്റെ തോൽവി അടുത്തെത്തി കഴിഞ്ഞു. അതെ ഡാഡി, അർജുന്റെ തോൽവി അടുത്തെത്തി കഴിഞ്ഞു. ന്യൂയോർക്ക് സിറ്റി മുഴുവൻ വെട്ടിപ്പിടിച്ച അർജുൻ ഈ കേരളത്തിൽ ആദ്യമായി തോൽക്കാൻ പോകുന്നു. നാളെ പുലരുമ്പോ ഈ കേരളം കേട്ടുണരാൻ പോകുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ഒരു ഗേ കപ്പിൾസിന്റെ രോദനം. വെയിറ്റ്, നീ തിരക്ക് പിടിക്കല്ലേ? നീ പറഞ്ഞത് ആ പെൺകുട്ടിയെ അർജുൻ അടിച്ചെന്നല്ലേ? അപ്പോ അവനെ ത്രട്ടനിങ് ചെയ്തു. സോ അതിനർത്ഥം അവൾക്ക് പിന്നിൽ ആരൊക്കെയുണ്ട് എന്നല്ലേ? സോ ഷീ സ്ട്രോങ്. നമുക്ക് അവളെ ഒന്ന് പോയി കാണണം. എന്നിട്ട് എന്തിനാ ഡാഡി വെറുതെ അവളെ കണ്ട് നമ്മളെന്തിനാ നേരം കളയുന്നത്? ഏടാ, ഇതാ പറയുന്നത്. നിനക്ക് ശക്തി മാത്രമേ ഉള്ളൂ, ബുദ്ധി കുറച്ച് കുറവാണെന്ന്. വെറുതെ അല്ല അർജുൻ നിന്നെ എപ്പോഴും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ, നീ കേട്ടിട്ടില്ലേ, ശത്രുവിന്റെ ശത്രു നമുക്ക് മിത്രം? മനസ്സിലായോ? അത് അവരെ പോയി കാണ്. കാരണം അവര് കേരളത്തിൽ കുറച്ച് ഹോൾഡ് ഉള്ളവരാ, നമുക്ക് അതില്ല. സോ അവരായിട്ട് ഒരു കൂട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ തകർക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ഡാഡി പറഞ്ഞതുപോലെ അവരെ പോയി കാണാം, സംസാരിക്കാം. പക്ഷേ നെഗറ്റീവ് ആണെങ്കിലോ റെസ്പോൺസ്? നെഗറ്റീവ് ആണെങ്കിലല്ലേ അത് അപ്പ ആലോചിക്കാം. ആദ്യം നീ പറഞ്ഞത് ചെയ്യും. ആരും, നീ ഇപ്പോഴും കോളേജ് സംഭവിച്ചത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? അർജു, നിനക്ക് അറിയില്ല, ഒരു നിമിഷം എൻ്റെ മനസ്സിൽ എന്തൊക്കെയാ നടന്നേന്ന്. ആ ഒരു നിമിഷം നിന്റെ ദേഷ്യത്തിൽ നീ എല്ലാം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ചു നോക്ക്. കാരണം എന്താ, നമ്മുടെ റിലേഷൻ എല്ലാവരും മറച്ചു വെക്കണം എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? അർജു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യം വീട്ടിൽ പറയണ്ടേ? ഏട്ടനോടും ഏട്ടത്തിയോടും പറഞ്ഞ് അവര് സമ്മതിച്ചിട്ട് നമുക്ക് എല്ലാവരോടും പറയാം. അപ്പൊ കുഴപ്പമില്ല. പക്ഷേ നീ ഒന്ന് ആലോചിച്ചു നോക്ക്, എല്ലാവരും അറിഞ്ഞ് അതുവഴി ഏട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ ചങ്ക് തകരും. അതെനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് പറയണതാ. ഇപ്പം നിനക്ക് എന്താ വേണ്ടേ? ഏട്ടൻ്റെ അടുത്ത് സംസാരിച്ച് സമ്മതം വാങ്ങണം, അത്രയല്ലേ ഉള്ളൂ. വാ, നമുക്ക് പോയി സംസാരിക്കാം. അച്ചു, നീ ഇതെന്തു ഭാവിച്ചാ? നീ പറയുന്ന പോലെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഗേ ആണെന്ന് എൻ്റെ ഏട്ടൻ ഇതുവരെ അറിയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ റിലേഷൻ പറയുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക്.
കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ? കുറച്ച് കഴിഞ്ഞിട്ട് എപ്പോഴാ? എന്തായാലും നിന്റെ ഏട്ടൻ അറിയണം. അപ്പോ അത് കുറച്ച് നേരത്തെ ആയാ അതിനിപ്പോ എന്താ പ്രശ്നം? അർജുൻ പറഞ്ഞതിലും കാര്യമുണ്ട് ആരു. കാരണം നീ കണ്ടതല്ല കോളേജിലുണ്ടായ ഇഷ്യൂ. ഇന്നല്ലെങ്കിൽ നാളെ കോളേജിൽ ഇതൊക്കെ അറിയേണ്ടി വരും. അതിനു മുന്നേ നമ്മളായിട്ട് ഏട്ടനോട് പറയുന്നത് തന്നെയല്ലേ നല്ലത്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഏട്ടൻ ഇത് എങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരെത്തും പിടി കിട്ടുന്നില്ല. നീ പേടിക്കണ്ട ആരും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ഏട്ടനല്ലേ, പറഞ്ഞ മനസ്സിലാവാതിരിക്കില്ല. പിന്നെ ഞങ്ങളൊക്കെയല്ലേ കൂടെ.